അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഡിജിറ്റൽ യുഗത്തിൽ പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷം മുമ്പെങ്ങുമില്ലാത്ത വിധം വഷളാകുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി പറയപ്പെടുന്ന മൊജ്തബ ഖമേനിയുടേതെന്ന പേരിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ. ഇറാന്റെ അതീവ രഹസ്യമായ സൈനിക ഓപ്പറേഷൻ റൂമിലേക്ക് മൊജ്തബ ഖമേനി പ്രവേശിക്കുന്നതായാണ് ഈ വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം യുദ്ധസമാനമായ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന രീതിയിലാണ് വീഡിയോയുടെ ക്രമീകരണം. അറബി ഭാഷയിലുള്ള കുറിപ്പുകളോടെയാണ് ഈ ദൃശ്യങ്ങൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അതിവേഗം വ്യാപിച്ചത്. ഈ വീഡിയോയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം അവിടെയുള്ള വലിയ സ്ക്രീനിൽ തെളിയുന്ന ദൃശ്യങ്ങളാണ്. ഇസ്രയേലിന്റെ അതീവ സുരക്ഷാ മേഖലയായ ഡിമോണ ആണവ റിയാക്ടറിന്റെ ചിത്രം സ്ക്രീനിൽ വ്യക്തമായി കാണാം. ഇതിനോടൊപ്പം ആ കേന്ദ്രത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും കോർഡിനേറ്ററുകളും സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത് ഇസ്രയേലിന് നേരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായാണ് പലരും വ്യാഖ്യാനിച്ചത്. എങ്കിലും ഈ വീഡിയോയുടെ ആധികാരികതയെക്കുറിച്ച് വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. സ്വതന്ത്ര മാധ്യമങ്ങളോ ഔദ്യോഗിക ഏജൻസികളോ ഈ ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു ഭരണാധികാരി എന്ന നിലയിൽ മൊജ്തബ ഖമേനിയുടെ സ്ഥാനം ഉറപ്പിക്കാനും ശത്രു രാജ്യങ്ങൾക്കിടയിൽ ഭീതി പടർത്താനുമുള്ള ഒരു പ്രചരണ തന്ത്രമാണിതെന്ന് നിരീക്ഷകർ കരുതുന്നു. വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ച വിദഗ്ധർ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാകാമെന്ന നിഗമനത്തിലാണ്. വീഡിയോയിലെ ദൃശ്യങ്ങളിൽ കാണുന്ന അവ്യക്തതയും കൃത്രിമത്വവും ഈ സംശയത്തെ ബലപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വീഡിയോയിലുള്ള വ്യക്തികളുടെ കൈകളുടെ ചലനങ്ങളും ശരീരഭാഷയും സ്വാഭാവികമല്ലെന്ന് സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ഡീപ് ഫേക്ക് വീഡിയോകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇത്തരം ദൃശ്യങ്ങൾ യഥാർത്ഥമാണെന്ന് വിശ്വസിച്ച് ജനങ്ങളും ചില മാധ്യമങ്ങളും തെറ്റായ നിഗമനങ്ങളിൽ എത്തുന്നത് അപകടകരമാണ്. ഡിമോണ പോലൊരു തന്ത്രപ്രധാന കേന്ദ്രത്തെ ലക്ഷ്യമിടുന്നത് ലോകയുദ്ധത്തിലേക്ക് വരെ നയിച്ചേക്കാവുന്ന പ്രകോപനമാണ്. ഇറാനിൽ ഭരണമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായ സാഹചര്യത്തിലാണ് മൊജ്തബ ഖമേനിയെ മുൻനിർത്തിയുള്ള ഇത്തരം ദൃശ്യങ്ങൾ പുറത്തുവരുന്നത്. സൈനിക കാര്യങ്ങളിൽ അദ്ദേഹം നേരിട്ട് ഇടപെടുന്നുവെന്ന് വരുത്തി തീർക്കുക എന്നതാകാം ഇതിന് പിന്നിലെ ലക്ഷ്യം. എന്നാൽ സൈനിക ആസ്ഥാനങ്ങളിലെ ദൃശ്യങ്ങൾ ചോരുന്നത് ഇറാനെ പോലൊരു രാജ്യത്ത് അസാധ്യമായ കാര്യമാണ്. വീഡിയോയിലെ സ്ക്രീനിൽ കാണിക്കുന്ന ഡിമോണ ആണവ കേന്ദ്രത്തിന്റെ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ ലഭ്യമായ പഴയ ഉപഗ്രഹ ചിത്രങ്ങളാണെന്ന് ചിലർ വാദിക്കുന്നു. പുതിയ വിവരങ്ങൾ എന്ന നിലയിൽ ഇത് അവതരിപ്പിക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. വിവരയുദ്ധത്തിന്റെ ഭാഗമായി ഇത്തരം വ്യാജ ദൃശ്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഇന്ന് പതിവായി മാറിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളിൽ സൈനിക ശക്തിയേക്കാൾ ഉപരിയായി ഇപ്പോൾ മനഃശാസ്ത്രപരമായ യുദ്ധമുറകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. എതിരാളികളുടെ ആത്മവീര്യം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ സൈബർ ഇടങ്ങളിൽ ശക്തമാണ്. മൊജ്തബ ഖമേനിയെ ഒരു കരുത്തുറ്റ സൈനിക നേതാവായി അവതരിപ്പിക്കാനുള്ള ശ്രമവും ഇതിന്റെ ഭാഗമാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത്തരം വീഡിയോകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പുലർത്തുന്ന ജാഗ്രത വളരെ വലുതാണ്. വീഡിയോയുടെ സ്രോതസ് കണ്ടെത്താനായിട്ടില്ല എന്നത് അതിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. വ്യാജമായ വിവരങ്ങൾ സമൂഹത്തിൽ വേഗത്തിൽ പടരുന്നത് തടയാൻ സത്യസന്ധമായ വസ്തുതാ പരിശോധന അനിവാര്യമാണ്. ഇറാന്റെ സൈനിക നേതൃത്വം ഇത്തരം വീഡിയോകളെ കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇത് ഇത്തരം പ്രചരണങ്ങൾക്ക് മൗനാനുവാദം നൽകുന്നതാണോ അതോ കാര്യമാക്കേണ്ടതില്ലെന്ന നിലപാടാണോ എന്നതിലും വ്യക്തതയില്ല. എന്നാൽ ഇസ്രയേൽ ഇത്തരം നീക്കങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിൽ സത്യവും അസത്യവും തിരിച്ചറിയുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. സാങ്കേതിക വിദ്യ വികസിക്കുമ്പോൾ ദൃശ്യങ്ങൾ കൃത്രിമമായി നിർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. മൊജ്തബ ഖമേനിയുടെ ഈ വീഡിയോ ഇതിനൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള ചർച്ചകൾ പശ്ചിമേഷ്യയിലെ അസ്ഥിരതയാണ് സൂചിപ്പിക്കുന്നത്. ഏത് നിമിഷവും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ ചെറിയൊരു ദൃശ്യം പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നയതന്ത്ര തലത്തിൽ ഇത്തരം നീക്കങ്ങൾ വലിയ തിരിച്ചടി ഉണ്ടാക്കും. മാധ്യമ പ്രവർത്തകർക്കും ഗവേഷകർക്കും ഈ വീഡിയോ ഒരു വലിയ പാഠമാണ് നൽകുന്നത്. ആധികാരികമായ ഉറവിടമില്ലാത്ത ഒരു വിവരവും അന്ധമായി വിശ്വസിക്കരുത് എന്ന താക്കീതും ഇതിലുണ്ട്. വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് മുൻപ് അവയുടെ വസ്തുത പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവസാനമായി മൊജ്തബ ഖമേനിയുടെ ഈ വീഡിയോ ഒരുപക്ഷെ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ളതാകാം. ജനങ്ങൾക്കിടയിൽ പുതിയ നേതൃത്വത്തിന് സ്വീകാര്യത നൽകാനുള്ള ഒരു മാർഗമായും ഇതിനെ കാണുന്നവരുണ്ട്. എന്നാൽ ആഗോളതലത്തിൽ ഇത് പരിഹാസത്തിനും സംശയത്തിനുമാണ് വഴിമാറിയത്. സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം അന്താരാഷ്ട്ര ബന്ധങ്ങളെ പോലും എങ്ങനെ ബാധിക്കാമെന്നതിന്റെ തെളിവാണ് ഈ സംഭവം.
സമാധാനം നിലനിർത്താനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഇത്തരം പ്രകോപനപരമായ വ്യാജ ദൃശ്യങ്ങൾ തിരിച്ചടിയാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ സത്യാവസ്ഥകൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന ഇത്തരം വീഡിയോകൾ ആഗോള സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണ്. ഓരോ രാജ്യവും സൈബർ പ്രതിരോധ രംഗത്ത് കൂടുതൽ കരുത്താർജിക്കേണ്ടതുണ്ടെന്ന് ഇത് ഓർമ്മപ്പെടുത്തുന്നു. വിവരങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാൻ കർശനമായ നിയമങ്ങൾ ആവശ്യമാണെന്നും ഈ സാഹചര്യം വ്യക്തമാക്കുന്നുണ്ട്.